വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ്, മീനുകളിൽ ഇഷ്ടമുള്ള ഒന്നാണ് ഈ മത്തി എന്ന് പറയുന്നത്. മത്തി വെച്ചിട്ട് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള മീൻ കറികളും മീൻ പൊരിച്ചതൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കുക്കർ മത്തിപ്പെരട്ടാണ്. നമ്മൾ ഇതുപോലെ ഒരു കുക്കറിൽ ഇതുപോലെ ഒരു മത്തിപ്പെരട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്തി റെസിപ്പിയിൽ ഒന്നായിരിക്കും. ഉറപ്പായിട്ടും എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് ടിപ്സ് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ മത്തി പൊള്ളിച്ചത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഇതുപോലെ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതാണ്, വലുതാണെന്നുണ്ടെങ്കിൽ 5 മതിയാവും. ആ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും കൂടിയാണ്. അപ്പോൾ ചെറിയ പീസിൽ ഒരു 3 പീസ് അളവിൽ ഇഞ്ചി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പച്ചമുളകും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മത്തിയുടെ അളവിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 650 ഗ്രാം അളവിലാണ് മത്തി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ പിന്നെ വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ ഇതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6-7 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ മസാലയ്ക്ക് മീനിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാലക്കൂട്ടെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ ഈ മസാലക്കൂട്ട് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു 650 ഗ്രാം അളവിൽ ഞാൻ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഓരോ മീനും ചെറുതായിട്ട് ഒന്ന് വകന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാല കൂട്ടും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മീനിലേക്ക് ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മുടെ മസാലക്കൂട്ടെല്ലാം മീനിലേക്ക് നന്നായിട്ട് ഇനി ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മസാല എല്ലാം മീനിലേക്ക് ഒന്ന് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 മിനിറ്റെങ്കിലും ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് കേട്ടോ. മാക്സിമം ഒരു 30 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ പുറത്ത് തന്നെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10, 15, 20 മിനിറ്റിന് ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കുകയാണ്. ആവശ്യം പോലെ കുറച്ചധികം കറിവേപ്പില ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് നിരത്തി എല്ലാം ഒന്ന് അടുക്കി യോജിപ്പിച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ എല്ലാം ഒന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരല്പം പുളിവെള്ളം കൂടിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പുളിയിൽ നിന്ന് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ പുളിവെള്ളം ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിനനുസരിച്ചിട്ടുള്ള പുളി വേണം എടുക്കാനായിട്ട്. ഒരുപാട് കൂടുതൽ പുളി എടുക്കരുത് നമ്മളിതിലേക്ക്. ഇനി ഇതിന് മുകളിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ മീനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാകും കേട്ടോ. എന്നാൽ ശരി, ഒരു വിസിൽ ഇതിങ്ങനെ ഇരുന്ന് വരട്ടെ.
ഞാൻ ഇതിപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇപ്പോഴേ തന്നെ തുറന്ന് നോക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിലേക്ക് കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. നമ്മുടെ ഈ കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്ത് മാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ മത്തി പെരട്ട് റെഡി ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. മത്തി ഇഷ്ടമുള്ളവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയിൽ ഉറപ്പായിട്ട് ഒന്ന് ഇതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ട്, അതായത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അടുത്ത പ്രാവശ്യം മത്തി വാങ്ങുമ്പോഴത്തേക്കും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ മത്തി പെരട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്രത്തോളം സിമ്പിളാണോ എന്നാൽ അതിനേക്കാളും രുചികരമാണ് കേട്ടോ ഈ മത്തി പെരട്ട് എന്ന് പറയുന്നത്. മത്തി ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണേ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.